ഗൈസ് നമ്മളപ്പം ദീപചേച്ചിയുടെ വീടെത്തി. അറിയോ? ഇതാണ് ദീപചേച്ചിയുടെ വീട്. എവിടെ ഇരിക്കണേ ദീപചേച്ചിയുടെ കാണാൻ. പോസ്റ്റർ ഫോട്ടോ കിട്ടി. നീ ഇത് പറഞ്ഞ എങ്ങനെയുണ്ട് വേറെ ഫോട്ടോ? പറഞ്ഞല്ലോ എടുത്തു. വൃത്തിക്കെടുക്കണേ ദേവി, അപമാനിക്കരുത് നീ എന്നെ. എല്ലാം ഇവിടെ നോക്കിയത് അവിടെ ഇഷ്ടപ്പെട്ടവിടെ ഞാൻ കയറ്റത്ര നീ ഏതെടുത്തത്? കോമഡി അതല്ല, തുറന്നു വരികയായിരുന്നു എടുത്ത് അടയ്ക്കാൻ പറ്റണില്ല. അത് കുറച്ച് പ്രസ് ചെയ്യണം. ഫസ്റ്റ് എങ്ങനെയൊക്കെ അടച്ചു വെച്ച് ചെറുതായി ഇത് ഇത്രയും നിന്റെ കൂടെ വന്നപ്പോ മേടിച്ചു. ഇത് എനിക്ക് ഷിനാസ് ഗൾഫിൽ നിന്ന് വന്നപ്പോ ആ സ്റ്റോറി ഒന്നും തരണേ, ഷിനാസിനെ കാണിച്ചിടാൻ. ഇനി ഇത് നിന്റെ കൂടെ വന്നപ്പോ നീ ഇത് ഞാൻ എടുത്തോട്ടാ. അതാണ് ഞാൻ ബോർഡറിലായിട്ട് വരയ്ക്കണത്. ഇത് കൊള്ളാൻ ഈ സാധനം യൂട്യൂബറാണ്, ഭാവി യൂട്യൂബറിൻ്റെ ആളാണ്. നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്റെ കരച്ചിൽ ബ്ലോഗാണോ നീ ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മൾ നോക്കിയത്, പക്ഷെ കിട്ടുന്നില്ല. ഞാൻ കരയില്ല, എനിക്ക് മനസ്സിലായി അവിടെ ഫോൺ എടുത്തോ 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 എടുത്തോ. ശവ് പള്ളായിരുന്നു, ഉച്ചവരെ നീ പള്ളായിരുന്നു. ഇനിയിപ്പോൾ നാളെ കഴിക്കാണ്, അതായത് ഇന്നും കൂടി ഇതൊക്കെ കിട്ടുള്ളൂ. സംഭവം എന്താണെന്നറിയും, ഇത്രയും ദിവസം ഞാൻ ഇത് വാങ്ങിച്ചു വെച്ചാൽ എനിക്ക് വാങ്ങിച്ചു തരില്ല. ഇതെനിക്ക് കുടിച്ചു അങ്ങോട്ടുള്ളതൊക്കെ ലാസ്റ്റ് ദിവസം അവൻ്റെ എല്ലാം കൂടെ വാങ്ങിക്കൊണ്ട് ഞാൻ അവിടെ പോയപ്പോൾ അമ്മാമ്മ കെട്ടിപ്പിടിച്ച് ഉമ്മയും കലച്ചിലും ഞാൻ ഇവരുണ്ട്, ഞാൻ ഇങ്ങനെയാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റ് ആയതുകൊണ്ട് അവരുടെ അച്ഛൻ പുറത്തേ മഴ പെയ്തിട്ട് താങ്ക് യു.
5 ദിവസം വേണം. അങ്ങനെയാണ്. കരഞ്ഞില്ല കര അത് വേണം എനിക്ക്. അതുകൊണ്ടാണ് ആ ഒരു ഇത് വരാത്തത്. ഇങ്ങനെ കരയണമെങ്കിൽ അവൾക്ക് രക്ഷ ഇട്ടിട്ട് എന്നാലേ നമുക്ക് കറങ്ങാനൊക്കെ പോകാൻ പറ്റും. എന്റെ വേദന വരൂലേ? വരണം. എനിക്കെന്താ വേണ്ട. കല്യാണമുണ്ട്. ഇതില് നമുക്ക് അറിയാൻ പറ്റൂല ചെറുക്ക. വെളുത്തിരിക്കുന്നു. സംശയമുണ്ട്. ബ്ലോഗർ എന്തിനാണ് ആ കണ്ണീന്ന് വന്നു തുടങ്ങി. ഇവൾ പ്രതീക്ഷിക്കുന്നത് കൊടുക്കരുത്. കരയണെങ്കിലും രക്ഷപ്പെട്ടിട്ട് നീ എത്ര ഫോൺ വിളിച്ചാലും കരയൂല. നീ ഇപ്പൊ പോവാൻ പറവാ. നീ പോകാൻ കരയിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കരയരുത് കൺഗ്രാജുലേഷൻ. കരയിപ്പിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. കരയണ എന്തിന്? പിടിച്ചു വെച്ചേക്കാണ്. കരയരുത് കരയരുത് കരയില്ല. ഈ ബ്ലോഗറിനെ നമ്മൾ കൊടുക്കരുത്. ഓൾറെഡി കരഞ്ഞു. ഓ ഞാൻ വണ്ടിയെല്ലാം വിളിച്ചപ്പോഴേ ആലോചിച്ചു അല്ലെങ്കിൽ ഓലെല്ലാം വീണാന്ന്. ശരിയോ അത് പറഞ്ഞതാണ് എൻ്റെ അടുത്ത. ഇതെല്ലാം എനിക്ക് കരേച്ചി ഞാനാണ് ഞാൻ കരഞ്ഞു. ഞാൻ കരയൂല, നീ നോക്കണ്ട. ഞാൻ നാളത്തെ വീഡിയോ എടുത്താൽ എനിക്ക് അയച്ചാണ്. ബോധം ഉണ്ടെങ്കിൽ അയ്യോ അമ്മയെന്ന് വെച്ച് നന്നായിട്ട് എന്റെ കോൺസെൻട്രേറ്റ് ചെയ്യണേ അവനെ കോൺസെൻട്രേറ്റ് രണ്ടുപേരുണ്ട്. ഓക്കെ ബൈ. എത്തിയിട്ടൊക്കെ മെസ്സേജ് ചെയ്യണം. നോക്കണം ഗൈസ്. ഗേറ്റ് അടച്ചിരിക്കുകയാണ്.
അമ്മയും വല്യമ്മയും പോകും. ശ്രീകുട്ടനാണെങ്കിൽ എന്നെ അടുത്ത് തള്ളേ ശ്രീകുട്ടാണ്. ഇതൊക്കെ പറയണോന്ന് വിചാരിച്ചിങ്ങനെ വരും, പറയാൻ തോന്നില്ല. കളയവൻ ഓക്കെ അല്ലേ? രണ്ടുപേരും കൂടെ വന്ന് അവള് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് അവളെ. കേസുണ്ടോ? കേസുണ്ടോ? ഇതാണ് ആ ചേട്ടൻ. നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മൾ വേറെ ആരെങ്കിലും ഫ്ലൈറ്റൊക്കെ എടുത്ത് പറ്റി തന്നില്ല. Cheers. നമ്മളെ ക്ലാരിറ്റി ഉള്ള ഫോണിലൊക്കെ ഫോട്ടോ എടുക്കോളാട്ടോ അല്ലേ? അപ്പൊ നമ്മൾ വന്നപ്പോ മഴയായിരുന്നു, ഫുള്ള് നനഞ്ഞ്. അല്ലേ പറയൂ. അച്ഛനെ വിളിക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്നറിയാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.